പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് സെപ്റ്റംബർ മാസം 4-ാം തീയതി വ്യാഴാഴ്ച. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യം. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഈ വചനം മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ അത്ഭുതത്തിൻ്റെ വെളിപ്പെടുത്തലാണ്. ദൈവം മനുഷ്യനായി വരുന്നു. അതൊരു സാധാരണ ജനനമല്ല, ദൈവപുത്രൻ്റെ അവതാരമാണ്. ഒരു സാധാരണ യുവതിയുടെ ജീവിതത്തിലേക്ക് ദൈവം കടന്നു വരുന്നു. ആരും അറിയാത്ത, ലോകത്തിൻ്റെ കണ്ണിൽ സാധാരണക്കാരിയായ മറിയെ ദൈവം തിരഞ്ഞെടുത്തു. മനുഷ്യരുടെ ബലവും ബുദ്ധിയും ഒന്നും കാരണമല്ല, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് അവളെ നിറച്ചത്. മറിയത്തിൽ അത്ഭുതം പ്രവർത്തിച്ചത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിലൂടെ ദൈവപുത്രനെ ഉള്ളിൽ വഹിക്കുകയും ലോകത്തിന് സമ്മാനിക്കുകയും ചെയ്തതിലൂടെ മറിയം ദൈവപ്രസവിത്രിയായി. ഈ വചനം ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയുടെ ആഴത്തെയും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെയും വെളിപ്പെടുത്തുന്നു. മനുഷ്യശക്തിയാൽ സാധ്യമല്ലാത്തതായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തികളിലൂടെ പരിശുദ്ധാത്മാവിലൂടെ നിറവേറ്റപ്പെടുന്നു. മറിയ തൻ്റെ പരിധികളെ തിരിച്ചറിഞ്ഞപ്പോൾ ദൂതൻ്റെ മറുപടി അവളുടെ ജീവിതത്തിൽ പുതിയൊരു വിശ്വാസത്തിൻ്റെ വാതിൽ തുറക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്നിലേക്ക് വരികയും എന്ന് ദൂതൻ പറഞ്ഞപ്പോൾ അത് വെറും അവളുടെ ജീവിതത്തിലുള്ള വാഗ്ദാനമല്ല, ഇന്ന് വിശ്വാസികളുടെ ജീവിതത്തിലും ഉള്ളതായ അനുഭവമായി തീരുന്നതാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് അത്ഭുതങ്ങളുടെ അടിസ്ഥാനം. മനുഷ്യശക്തിയാൽ സാധ്യമല്ലാത്തത് പരിശുദ്ധാത്മാവിലൂടെ സാധ്യമാകുന്നു എന്നത് നമ്മെയും ബലപ്പെടുത്തണം. ഈ വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തി മനുഷ്യൻ്റെ ദുർബലതകളെ മറികടക്കുവാൻ ഇടയാക്കുന്നുവെന്നാണ്. ഇന്നും നമ്മുടെ ജീവിതത്തിൽ പല അസാധ്യതകളും നമുക്ക് മുമ്പിലുണ്ട്. രോഗങ്ങളാകാം, കുടുംബ പ്രശ്നങ്ങളാകാം, സാമ്പത്തിക പ്രതിസന്ധികളാകാം, ഭാവിയെക്കുറിച്ചുള്ള ഭയമാകാം. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മെ മൂടുമ്പോൾ അസാധ്യമായവ സാധ്യമാക്കുന്നു. അസാധ്യമായ സാഹചര്യങ്ങളിലും ദൈവം പുതിയ വഴി തുറക്കുന്നവനാണ്. മറിയയുടെ ഗർഭത്തിൽ ജനിച്ചവൻ വിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെട്ടു. ക്രിസ്തുവിൻ്റെ ജനനം മറിയയുടെ മഹത്വത്തിനായിട്ടല്ല, ലോകത്തിൻ്റെ രക്ഷയ്ക്കായിട്ടായിരുന്നു. ദൈവത്തിൻ്റെ പദ്ധതിയിൽ വിശുദ്ധ ജീവിതം ആവശ്യമാണ്. ജനിക്കാനിരിക്കുന്ന കുഞ്ഞിനെ വിശുദ്ധനെന്ന് വിളിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നമ്മെയും ശുദ്ധീകരിച്ചാണ് ഉപയോഗിക്കുന്നത്. നമ്മുടെ ശുദ്ധീകരണം അവിടെ ആവശ്യമാണ്. പരിശുദ്ധാത്മാവ് മാറ്റത്തിൻ്റെ അടിസ്ഥാനം കുറിക്കുന്നു. നമ്മെയും ശ്രേഷ്ഠരാക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആവാസമാണല്ലോ. പരിശുദ്ധാത്മാവാണ് നമ്മെ നല്ല നാമാക്കി തീർക്കുവാൻ പ്രേരണയാകുന്നത്. പരിശുദ്ധാത്മാവിനെ ശക്തീകരിക്കുവാൻ വിശുദ്ധിയോടുകൂടെ നമുക്ക് ഈ ദിവസങ്ങളിൽ പരിശ്രമിക്കാം. പരിശുദ്ധ മാമോദിസായിൽ ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലാതാക്കുന്ന ജീവിതത്തിൽ നിന്ന് മാറുവാനുള്ള സന്നദ്ധത നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.